ഹായ് ഓൾ. അപ്പോൾ ഇന്നും ഞാനൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഡൈനിങ് റൂമാണ്. അതിന് ഡൈനിങ് റൂമെന്ന് പറയാൻ പറ്റത്തില്ല, ഡ്രസ്സിങ് റൂമായിട്ടും സ്റ്റഡി റൂമായിട്ടും സ്റ്റോർ റൂമായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നൊരു റൂമാണിത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ മെസ്സിയായി കിടക്കുന്ന റൂം ഇതാണ്. അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഡീപ്പ് ക്ലീനിങ് അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ ഡീപ്പ് ക്ലീനിങ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് തുടച്ചിട്ടൊക്കെ വൃത്തിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിത് വീഡിയോസിനുള്ളൊരു കണ്ടൻറ് എന്നുള്ള രീതിക്ക് ചെയ്യുന്നതല്ല. ഞാൻ യൂഷ്വലി ക്ലീൻ ചെയ്യുന്നത് പോലെ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പം എൻ്റെ ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വീഡിയോസാണ് ഇടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് യൂട്യൂബിലിടുന്നു. ഇപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി. അപ്പോൾ ഞാൻ 2025 ഫെബ്രുവരി 6 ചാനൽ തുടങ്ങുന്നത്. പക്ഷേ അതിനകത്ത് ആദ്യമായിട്ട് മോൻ്റെ ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം അങ്ങനെ ഒന്നുമില്ലായിരുന്നു. പിന്നീട് നല്ലൊരു ബ്രേക്കിന് ശേഷം ഇപ്പോൾ 2025 നവംബറിലാണ് ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. നവംബർ ഡിസംബർ തൊട്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്ട് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ലോങ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ 65 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. അപ്പോൾ ഈ 65 സബ്സ്ക്രൈബേഴ്സിൽ തന്നെ അതിൽ കുറച്ച് ആൾക്കാർ, വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രം എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. ബാക്കിയുള്ള ആൾക്കാരെ എനിക്കറിയില്ല. അപ്പോൾ അവരെൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണെങ്കിൽ പോലും അവരോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റെ വീഡിയോസിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് വീഡിയോസിനകത്ത് കമൻസ് മാത്രം വരാറില്ല. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ വേറെ ഇല്ലല്ലോ. അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്തായാലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കമൻസിലൂടെയാണ് എൻ്റെ വീഡിയോസിൻ്റെ പോരായ്മകളും ഞാൻ എന്തൊക്കെയാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല, എല്ലാത്തരം സാധനങ്ങളും ഉള്ളൊരു റൂമാണിത്. അയൺ ബോക്സും റെഡിയാവുന്നതും എല്ലാം ഡ്രസ്സും കാര്യങ്ങളും, ഡ്രസ്സ് ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഡ്രസ്സ് ചിലപ്പോൾ ഹാങ് ചെയ്തിടാറുണ്ട്. പിന്നെ ഞാൻ പഠിക്കാനിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ബുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് മെസ്സി ആക്കാതെയാണ്, വലിച്ചു വാരിയിട്ട് ക്ലീൻ ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് എല്ലാം അടിക്ക് പറക്കി ഒതുക്കിയിട്ട് ക്ലീൻ ചെയ്ത് പോകുന്നു എന്നുള്ളൂ. കാരണം മോനിപ്പോൾ ഉറങ്ങുവാണ്. മോൻ ഉണരുന്ന സമയത്തിന് മുന്നേ അത് ക്ലീൻ ചെയ്ത് കഴിയണം. മോൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്താണ് പോകുന്നത്. നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ റൂമിനകത്ത് തയ്യൽ മെഷീനുണ്ട്, ഒരു പഴയൊരു അലമാരയുണ്ട്, ഡൈനിങ് ടേബിളുണ്ട്. അപ്പം എല്ലാ സാധനങ്ങളിലും തട്ടിമുട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ റൂമുള്ളത്. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തുള്ള ഷവറും കാര്യങ്ങളും എല്ലാം പറക്കി സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ്. എനിക്കിങ്ങനെ ഞാനിരിക്കുന്ന സ്പേസ് എനിക്കെപ്പോഴും ക്ലീനായിട്ടിരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട്. എനിക്ക് ഒരു ദിവസം ഇച്ചിരി നേരമെങ്കിലും ഞാൻ എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കും. എനിക്ക് ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നത്, വലിച്ചു വാരിയിട്ടേക്കുന്നത് അതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ റൂമിൽ ഇങ്ങനെ ഒരു ഷെൽഫുണ്ട്. അപ്പോൾ ആ ഷെൽഫിൽ ഇതുപോലെ ബുക്കും കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഒരു ഷെൽഫിനകത്താണെങ്കിൽ നമ്മുടെ ഗ്ലാസ് പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി ക്ലീൻ ആയിട്ടാണ് നടക്കുന്നത്. അത് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാനൊന്നുമില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് റൂമെല്ലാം തൂത്തു തുടയ്ക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി പണി കഴിയും. മോൻ ഉറക്കമാണ്. അപ്പോൾ മോൻ ഉണരുന്നതിന് മുന്നേ പണി കഴിയും. അപ്പോൾ തുടച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിയും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമ്മുടെ റൂം ക്ലീൻ ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.